ഫ്ലൈറ്റുകള് കാറുണ്ടാക്കണ പോലെ മുമ്പിലേക്ക് ഇട്ടുകൊണ്ടിരിക്കണ്. പ്ലെയിനുകളെ കൊണ്ടുപോകണ പ്ലെയിനാണ്. ഈ 93 ഏക്കർ എന്ന് പറയുന്നത് ഇതൊരു ടൗൺഷിപ്പ് പോലെ തന്നെയാണ്. ഒരു ബോയിങ് എഞ്ചിനീയർ ആവാനായിട്ടുള്ള ഒരു ബേസിക് സ്കിൽ സെറ്റ്സ് എന്തായിരിക്കും? ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കമ്പനി, ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്. അതെ, നമ്മളിന്ന് അമേരിക്കയിലെ സിയാറ്റിലെ ബോയിങ് വിമാന കമ്പനി കാണാൻ പോവാ. ട്രാവൽസ് ഫാമിലിയുടെ അടുത്ത പൊൻതൂലാണ് നമ്മൾ നടിക്കാൻ പോണത്. അപ്പൊ നമ്മുടെ കൂടെ പുലിയുണ്ട്, നമ്മുടെ വിശാലേട്ടൻ, നമ്മുടെ ഗുരുവേട്ടന് വിശാലേട്ടൻ പവറല്ലേ? വിശാലേട്ടൻ എന്തൊരു ചെയ്യാൻ പോണ നമ്മളിന്ന് മനുഷ്യരാശിയെ തന്നെ വിമാനത്തിൽ പറക്കാനായിട്ട് ശ്രമിപ്പിച്ച അങ്ങനെ ഒരു ആഗ്രഹം, തീവ്രമായ ആഗ്രഹം. നമ്മള് പ്ലെയിൻ ഉണ്ടാക്കിയാ പോരാ, പ്ലെയിനില് മനുഷ്യരെ പറപ്പിക്കണം. നമ്മള് സാധാരണ മനുഷ്യരാശിയിലെ എല്ലാ വ്യക്തികളും വിമാനത്തിൽ കയറി പക്ഷികൾ പറക്കുന്ന പോലെ പറക്കണമെന്ന് തീവ്രമായ ആഗ്രഹത്തോടെ വില്യം ബോയിങ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി വിമാന നിർമ്മാണത്തിൽ ഏർപ്പെട്ട് മനുഷ്യരാശിയെ വിമാനത്തിൽ പറപ്പിക്കാൻ വേണ്ടി സ്വപ്നം കണ്ട് അത് യാഥാർത്ഥ്യമാക്കിയ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അതും 100-110 വർഷം മുമ്പ്. 100 വർഷത്തിന് മേലെയായി, 110 വർഷത്തോളമായി. അതിനു മുമ്പേ അന്നേ മനസ്സിൽ ഇന്നും വിമാനത്തിൽ കയറാൻ ആദ്യമായി കൊതിച്ചു നിൽക്കുന്ന വ്യക്തികൾ ഇന്നും ലോകത്തുണ്ട്. അത് കൊതി ഉണ്ടാക്കിയത് ഇവരാണ്. അതെ. അപ്പൊ നമ്മള് ഇന്ന് ബോയിങ് വിമാനത്തിന്റെ വെറൈറ്റി കാഴ്ചകൾ, വിമാന കമ്പനിയുടെ വെറൈറ്റി കാഴ്ചകൾ കാണിക്കാൻ പോണത്. ഇന്നത്തെ എപ്പിസോഡ് വേറെ പ്രത്യേകതയുണ്ട്. 18 വർഷമായിട്ട് ബോയിങ് വിമാന കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മലയാളി നമ്മുടെ ഇവിടെ നിന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ബോയിങ്ങിന്റെ ഇത്രയും വലിയ ഫാക്ടറി കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, ഫ്ലൈറ്റുകള് കാറുണ്ടാക്കണ പോലെ മുമ്പിലേക്ക് ഇട്ടുകൊണ്ടിരിക്കണ്. 787 വിമാനങ്ങള്, 777X വിമാനങ്ങള്, 737 വിമാനങ്ങള്, എല്ലാ വിമാനങ്ങളും ഈ ഫാക്ടറിക്ക് പുറത്ത് പാർക്ക് ചെയ്തിട്ടിരിക്കണ് ഓരോരോ കമ്പനികൾ കൊണ്ടുപോകാനായിട്ട്. വിശാലേട്ടാ, ഏതാ ഫാക്ടറി, എന്താ റേഞ്ചിലെ? അതെ, ഇത് ലോകത്തെ ഏറ്റവും വലിയ ഫാക്ടറിയാണ്. അതായത് ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ പ്ലെയിൻ ആയിരുന്ന ജംബോ ജെറ്റ്, അതായത് 747, അത് നിർമ്മിക്കാൻ വേണ്ടി അവർക്ക് ലോകത്തെ ഏറ്റവും വലിയ ഫാക്ടറി ഉണ്ടാക്കേണ്ടി വന്നു. അങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ ഫാക്ടറി ഉണ്ടാക്കി. പ്ലെയിനുകൾ ഉണ്ടാക്കാൻ വേണ്ടിയില്ലേ? അപ്പൊ ഫാക്ടറി ഉണ്ടാക്കുമ്പോ നമുക്ക് ഇതിന്റെ പുറത്ത് ഫാക്ടറിയുടെ ഒരു പിക്ചർ കാണാം. നോക്കിക്കഴിഞ്ഞാൽ ഫാക്ടറിയില് ഒരു പിക്ചർ കാണാം. പണ്ട് വരച്ചതായിരുന്നു. അപ്പോ ലോകത്തെ ഏറ്റവും വലിയ പെയിന്റിംഗ് ആയിരുന്നു അന്ന്. ഇപ്പോ അത് മാറ്റി അവര് ഡിജിറ്റൽ ആയിട്ട് എടുത്ത് 747 പെയിന്റിംഗ്, 747 പെയിന്റിംഗ്. ഇപ്പൊ 747, 787 നമ്മളെ ഡ്രീം ലൈനർ എല്ലാത്തിന്റെയും അവിടെ വെച്ചിട്ടുണ്ട്. കാരണം ഓരോ ബേയും ഓരോ ഫ്ലൈറ്റിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ ഇപ്പൊ അവിടെ കാണുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ പിക്ചർ ഹോർഡിംഗ് ആണ് മുമ്പിൽ കാണുന്നത്. ബിൽഡിങ്ങിന് നിങ്ങൾക്ക് ബിൽഡിംഗ് എത്ര ഉണ്ടാവും? നിങ്ങൾക്ക് ഒരു ഏകദേശം ശരി ഉണ്ടാവും? നിങ്ങളുടെ ഒരു മനസ്സിലായിട്ട് കമന്റ് ചെയ്ത് നോക്കിയാൽ ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ബിൽഡിംഗ് ഞാൻ പറയാം. എന്നാലും ഞാൻ പറയണത്, ഈ ബിൽഡിങ്ങിന്റെ നീളമൊക്കെ ഉണ്ടല്ലോ, 1.5 കിലോമീറ്ററാണ് നീളം, വീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ? ഈ വോളിയം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിട്ട് മാറാനായിട്ടുള്ള കാരണം അതാണല്ലേ? അതെ, ഇത് തോന്നിയില്ലെങ്കിലും 11 സ്റ്റോറി ഹൈറ്റ് ഉണ്ട് അതിന്. 11 നില ഹൈറ്റ് ഉണ്ട്. ഇതിന് താഴെ ബേസ്മെന്റ് ഉണ്ട്. ഇതിന്റെ അടിയിലെ എല്ലാ കണക്ഷൻസും എല്ലാം പോകുന്നത് ഇതിന്റെ അടിയിൽ ബേസ്മെന്റ് ആണ്. അതൊരു 2 നില പൊക്കത്തില് അടിയില്, ഈ ബിൽഡിങ്ങിന്റെ അടിയിലും സ്ഥലമുണ്ട്. അതിലെ ടണൽസിലാണ് എല്ലാ കണക്ഷൻസും വാട്ടർ സപ്ലൈയും എല്ലാം പോകുന്നത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാലേ രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഒരു ഫാക്ടറി വിസിറ്റ് ഉണ്ട്, രാജേട്ടനും കൂട്ടി ഞങ്ങൾ ഒരു ഫാക്ടറി വിസിറ്റ് നടത്തി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഈ ഫെൻസിങ്ങിന്റെ അപ്പുറത്ത് കയറാനോ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. കയറാൻ പറ്റും, വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ പോണത് ഒരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് മ്യൂസിയം ഉണ്ട് ഈ ഫ്ലൈറ്റുകളെ പറ്റി പറയാൻ, അല്ലേ? അതെ, അവരുടെ ഫ്യൂച്ചർ ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഭാവിയിൽ അവരെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ബോയിങ് എന്ന് പറയുന്നത് വെറും ഫ്ലൈറ്റ് നിർമ്മാണമല്ല, അതൊരു ഭാഗമാണ്. അവർ മിലിറ്ററിക്ക് വേണ്ടി പല എക്യുപ്മെന്റ്സും പല ഫ്ലൈറ്റുകളും ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ സ്പേസ് മിഷൻ, നാസ ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് സ്പേസ് മിഷൻ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോകുന്ന പല യൂണിറ്റുകളും ഇവിടെ ബോയിങ് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ സ്ഥലത്ത് അവിടെ 737 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പുറത്ത് നോക്കുമ്പോ
അല്ല, ഇത് 777X ആണ്. ലോകത്ത് ഇതുവരെ ആരും എയർലൈനിൽ കൊടുത്തിട്ടില്ല, ഡെലിവറി ചെയ്തിട്ടില്ല. ഇതാണ് എനിക്ക് തോന്നുന്നു ദുബായ് ഫെയറിൽ അവരൊരു സാമ്പിൾ കാണിച്ചു. പക്ഷേ ഇത് ഒരു എയർലൈൻസിൽ ഇതുവരെ ഡെലിവറി ചെയ്തിട്ടില്ല. അപ്പൊ നമ്മള് ഈ കാണുന്ന ഒരു 5 ഡോർ ഉണ്ട്. നിങ്ങൾ 1, 2, 3, 4, 5, 6 ഡോർ ഉണ്ടല്ലോ. അത് ഭയങ്കര ദൂരമായിട്ട് ഇവിടെ നോക്കുമ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര സൈസ്. ഈ ഫ്ലൈറ്റ് ഒക്കെ അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരണേ. അപ്പൊ അതിന്റെ അകത്തിന്റെ എൻട്രി പോകുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസം വീഡിയോ എന്ന് പറഞ്ഞ ഒരു സാധനം അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ എയർ വിസ്താരയുടെ ഫ്ലൈറ്റ് റെഡിയായി കിടക്കുക. അതുപോലെ ഒരു മൂലമുണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഫ്ലൈറ്റിന് ഇവിടെ കിടക്കുന്നത്. ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ അർജന്റീനിയൻ ഫ്ലൈറ്റ്, അലാസ്കൻ ഫ്ലൈറ്റ്, അങ്ങനെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഒമാൻ എയർ മിലിറ്ററിക്ക് വേണ്ടിയുള്ള ഫ്ലൈറ്റുകൾ ഇങ്ങനെ അങ്ങറ്റം വരെ കിടക്കണ. അങ്ങറ്റത്ത് നിങ്ങൾ നോക്കിയ 787 നിരന്ന് കിടക്കണ. 7 ദിവസത്തെ ഒരു ആഫ്രിക്കൻ യാത്ര പോയാലോ, അതും സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, സാംബിയ എന്ന രാജ്യങ്ങളിലൂടെ. ഒരുപാട് പേര് പറഞ്ഞു ചെറിയ യാത്രകൾ സംഘടിപ്പിക്കാൻ സാധനപ്പാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ അടുത്ത യാത്ര ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് നടത്തുന്നത്. ഈ യാത്രയിൽ 2 നാച്ചുറൽ വണ്ടേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടനും ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളൊന്നായിട്ടുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എന്തായിരുന്നാലും സാന്റപ്പ, നമ്മള് വന്ന ദിവസം കൊള്ളാം. വന്ന് ഇവിടെ ഒരു വിശേഷപ്പെട്ട ഒരു പ്ലെയിൻ വന്ന് കിടപ്പുണ്ട്. ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇതിന്റെ കുറച്ച് ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ട്. അപ്പോ അത് ഇവിടെ വന്നപ്പോ കണ്ടപ്പോഴത്തേക്ക് ഒരു സന്തോഷം, അതിശയായി. അതായത് ലോകത്ത് ഏറ്റവും ഹെവി ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ്, ഇത് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആണ്. അതായത് പ്ലെയിനുകളെ കൊണ്ടുപോകുന്ന ഇത് നിർമ്മിച്ച ആന്റണോവ് എന്നാണ് ആ കമ്പനിയുടെ പേര്. ഇത് സോവിയറ്റ് കാലത്ത്, ആന്റണോവ് എന്ന പേരായിട്ട് തന്നെ അറിയാം, ഒരു റഷ്യൻ പേര് പോലെ തോന്നുന്നില്ല. സോവിയറ്റ് കാലത്ത് യുക്രൈനിലെ നിർമ്മിച്ച പ്ലെയിനുകളാണ് ആന്റണോവ് കമ്പനി. അത് കൂടുതലും റഷ്യൻ സ്പേസ് ഷട്ടിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് നിർമ്മിച്ചത്. കാരണം വലിയ കാർഗോ പ്ലെയിൻ ആണ് ഇത്. പ്ലെയിനുകളെ കൊണ്ടുപോകുന്ന പ്ലെയിൻ ആണ്. അതേപോലെ ലോകത്തെ ഏറ്റവും വിങ് സ്പാൻ ഉള്ള പ്ലെയിൻ ആയിരുന്നു. നല്ല പവറാണ്. ഏറ്റവും വലുത് ഇതായിരുന്നു. അതില് നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ നമ്മളുടെ റഷ്യ യുക്രൈൻ യുദ്ധം നടന്ന സമയത്ത് അവരുടെ ഇത് ഉണ്ടായിക്കൊണ്ടിരുന്ന ഫാക്ടറി മൊത്തമായിട്ട് തകർന്നു. അതെ, അത് വളരെ വിഷമകരമായ. പക്ഷെ അവിടുത്തെ ആ പ്ലെയിൻ ഇവിടെ വന്ന് കിടക്കുന്ന കാണുമ്പോഴത്തേക്ക് ഒരു സന്തോഷം. അതെ, വളരെ ഈ ഫ്ലൈറ്റ് എന്തൂസിയാസ്റ്റിന്റെ മാർവൽ ചെയ്യുന്ന ഒരു പ്ലെയിനുകളിൽ ഒന്നാണ്. അവർ പലപ്പോഴും ഫോട്ടോ എടുക്കാനും അവരുടെ അതിനെ പറ്റിയുള്ള ഡോക്യുമെന്ററി ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ഒരു പ്ലെയിനാണ്. അപ്പൊ നമ്മൾ വന്നപ്പോ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുക, ചിന്തിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ രാജേട്ടനെ വെയിറ്റ് ചെയ്യാനായിട്ട് രാജേട്ടൻ സ്പോട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊരു എത്തിയിട്ടില്ല ആള്. 787 ആക്കണം നീളണമെന്നുണ്ടല്ലേ. അപ്പുറത്ത് ഇതൊന്നും ലോകം മാർക്കറ്റിൽ ഇറങ്ങാൻ സാധനം നമ്മള് ട്രാവൽസിലൂടെ നിങ്ങൾ ആദ്യമായിട്ട് കാണാട്ടാ. നമ്മുടെ ചുള്ളം വരുന്നുണ്ട്. രാജേട്ടൻ എത്തി 18 കൊല്ലായിട്ട് വർക്ക് ചെയ്യട്ടാ ഇതിന്റെ ഉള്ളില്. ഭാര്യയും ഭർത്താവും വർക്ക് ചെയ്യുന്ന ടീമാട്ടാ. 1-2 കൊല്ലല്ല, 18 കൊല്ലം പോയിങ്ങില്. രാജേട്ടാ, വെൽക്കം ടു ട്രാവലിസ്റ്റ ഫാമിലി. നമസ്കാരം. രാജേട്ടനെ പരിചയപ്പെടാം. എൻ്റെ പേര് രാജ് മാർഗശ്ശേരി. ഞാൻ ബോയിങ്ങിൽ 18 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. നാട്ടിൽ കോഴിക്കോടാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജിയിലും ഫോർഡ് മോട്ടോർ കമ്പനിയിലും വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞാണ് 2006 ബോയിങ്ങിൽ വർക്ക് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത് 787 എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ്. പക്ഷേ ഇപ്പോൾ 787 ഇവിടെ എവററ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അത് ഉണ്ടായിരുന്നു 2015 വരെ. ചേട്ടൻ ഏറ്റവും അധികം വർക്ക് ചെയ്തിരിക്കുന്നത് 787-ലാണല്ലോ. അപ്പൊ 787 ഞാൻ കേട്ടിട്ടുണ്ട്, അത് വളരെ ബോയിങ്ങിന്റെ ഒരു ഇന്നോവേറ്റീവ് വെഹിക്കിളാണ്, ഒരു പ്ലെയിൻ ആണെന്ന് കേട്ടത്. എന്തായിരുന്നു അതിന്റെ പ്രത്യേകത? മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ്ലി ഉണ്ടാക്കിയിരിക്കുന്നത് കാർബൺ കോമ്പോസിറ്റ് കൊണ്ടാണ്. വിങ്ങും ഫ്യൂസലേജും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് എയർബസ് ഈവൻ 350 ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു എയർഫ്രെയിം മാനുഫാക്ചറിങ് കമ്പനി കാർബൺ കോമ്പോസിറ്റ് പ്രൊഡക്ഷനിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര വെയിറ്റ് വളരെ കുറവാണ്, ഒരു 20% വെയിറ്റ് കുറവാണ്. അതുകൊണ്ട് ഫ്യൂൽ എഫിഷ്യൻസി വളരെ നല്ലതാണ്. അപ്പോൾ പണ്ട് മെറ്റലിന് പകരം അവർ ഈ കാർബൺ കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉണ്ടാക്കി. അപ്പോൾ അത് മറ്റേ മെറ്റലിനെക്കാട്ടി സ്ട്രോങ് ആണ്. പിന്നെ വേറൊരു കാര്യം ചെയ്തിരിക്കുന്നത്, ഇത് മെയിൻലി അതിൻ്റെ ഫ്യൂസലേജ് എന്ന് പറയുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പല സെക്ഷൻസ് നമ്മൾ പറയും ബോയിങ്ങിൽ. അതുണ്ടാക്കിയിരിക്കുന്നത് കോക്യുവേഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ്, അതായത് സ്കിന്നും സ്ട്രിങ്ങറും ഒക്കെ. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ
നമുക്കിതിനൊന്നും പ്രത്യേകിച്ച് ഫാസ്റ്റ്നേഴ്സ് ചെയ്യേണ്ടതും അത് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ മാനുഫാക്ചറിങ്ങിൽ ഒത്തിരി സമയം ലാഭിക്കാൻ പറ്റും. അത് ഒരു ഭാഗം ഉണ്ടാക്കിയിരിക്കുന്ന സ്പിരിറ്റ് എയറോസ്പേസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് വിജിറ്റയിലുള്ളത്. ബാക്കി കവാസാക്കി ജപ്പാനിൽ, പിന്നെ അലീനിയ ലിയനാർഡോ എന്ന് പറയുന്ന ഒരു കമ്പനി ഇവിടെ വെച്ചിട്ട് ഇറ്റലിയിലുള്ള, പിന്നെ കുറേയേറെ പാർട്സ് ബോയിങ്ങിൽ ഉണ്ടാക്കുന്നുണ്ട്. വിങ്സ് ഉണ്ടാക്കിയിരിക്കുന്ന MHI എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. എത്ര രാജ്യങ്ങളിൽ നിന്ന് 787 സാധനങ്ങൾ വരുന്നുണ്ട്? കുറേ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എക്സാക്ട്ലി അറിയത്തില്ല, പക്ഷേ മേജർ പാർട്സ് ഒരു 5-6 കമ്പനീസ് നിന്ന് വരുന്നുണ്ട്, 5-6 കൺട്രീസ് നിന്ന് വരുന്നുണ്ട്. പിന്നെ ഇതിലെ എഞ്ചിൻ ഞാൻ കേട്ടിട്ടുണ്ട് റോൾസ് റോയ്സ് കമ്പനിയാണെന്ന് കേട്ടിട്ടുണ്ട്. റോൾസ് റോയ്സും ജിയും ചെയ്യാൻ പറ്റും, രണ്ടും ചെയ്യാം. 787 ആയിരുന്നു ആദ്യത്തെ ഒരു പ്രോഗ്രാം. അവർക്ക് ഇൻ്റർചേഞ്ചബിൾ ആയിട്ടുള്ള എഞ്ചിൻ കസ്റ്റമർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ കസ്റ്റമറാണ് എഞ്ചിൻ ചൂസ് ചെയ്യുന്നത്, ബോയിങ് അല്ല. അതുപോലെ തന്നെ സീറ്റ് കോൺഫിഗറേഷൻസും ഇന്റീരിയറും കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്യുന്നത് കസ്റ്റമറാണ്. ഏത് രാജ്യത്തിൻ്റെയാണ് ഫ്ലൈറ്റ്? ആ ഫ്ലൈറ്റിന്റെ കമ്പനിയാണ് അവരായിരിക്കും അവർ ഏതാണ് എഞ്ചിൻ വേണ്ടത് 300 ഡിപ്പെൻസ് ആണ്. അതൊക്കെ കസ്റ്റമറാണ് തീരുമാനിക്കുന്നത്. ചില കസ്റ്റമേഴ്സ് അവർ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ചില കസ്റ്റമേഴ്സ് ബോയിങ് 90% ബോയിങ് തന്നെ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ കാല് ലെഗ് സ്പേസ് ഒന്നും ഇല്ലെങ്കിൽ അത് കസ്റ്റമറിനെ കുറ്റം പറഞ്ഞാൽ മതി, ബോയിങ്ങിന് കുഴപ്പമില്ല. അതാണ് അതെ, ബോയിങ്ങിനെ കുറ്റം പറയല്. അത് അവര് പൈസ ലാഭിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ചേട്ടാ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പോഴും പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിലാണ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മലയാളികളുടെ ഒരു കരുത്ത് എല്ലായിടത്തും എത്തിയിട്ടുണ്ട്, ബോയിങ്ങിലും എത്തിയിട്ടുണ്ട്. 18 വർഷമായിട്ട് അത് കപ്പിൾസ്, ഹസ്ബൻഡ് വൈഫും 18 വർഷമായിട്ട് ബോയിങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് വലിയൊരു. നമ്മൾ കഴിഞ്ഞ ദിവസം ചേച്ചിയായിട്ട് സംസാരിച്ചു. ചേച്ചി ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം വന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചു, ഇതിന്റെ ഫാക്ടറി വിസിറ്റ് ഒക്കെ നടത്തി. അപ്പൊ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻ കിട്ടി. അപ്പൊ എന്തായാലും നിങ്ങളുടെ മുമ്പിലേക്ക് നന്നായിട്ട് എത്തിക്കണം എന്ന് വെച്ചിട്ട് നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് ബോയിങ്ങിനെ പറ്റിയുള്ള ഏറ്റവും സെറ്റ് സംഭവം അടിക്കാൻ പോണു. അതെ, നേരത്തെ ചേട്ടയെ ഏറ്റവും അധികം 787 വർക്ക് ചെയ്തു. പക്ഷെ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞത് 777X അല്ലേ? അതിന്റെ പ്രത്യേകതകൾ പറയുമോ? ഇത് 2025 സർവീസ് തുടങ്ങാൻ പോകുന്ന ഒരു പ്ലെയിനാണ് 777X. ഈ നമ്മളിവിടെ കിടക്കുന്ന ഒരു ടെസ്റ്റ് പ്ലെയിനാണ്. അതിന്റെ മാനുഫാക്ചറിങ് കഴിഞ്ഞിട്ട് കുറേയേറെ ഫങ്ഷണൽ ടെസ്റ്റും സിസ്റ്റംസും അതെല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 777 ആദ്യം തുടങ്ങിയിരിക്കുന്ന 1995 അതിൻ്റെ പല വെറൈറ്റി ഡെറിവേറ്റീവ്സ് വന്നിരുന്നു. ഇത് നമ്മളിപ്പോൾ 777X എന്നാണ് പറയുന്നത്. ഇതിൻ്റെ വിങ് ചെയ്തിരിക്കുന്ന മുഴുവൻ കാർബൺ കോമ്പോസിറ്റ് ആണ്. ഫ്യൂസലേജ് പഴയ അലുമിനിയം ഫ്യൂസലേജ് തന്നെയാണ്. അതുകൊണ്ട് വെയിറ്റിൽ ഒത്തിരിയേറെ ഇത് ചെയ്യാൻ പറ്റും. 425-430 പാസഞ്ചേഴ്സിനെ ഇതിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എയർബസിൻ്റെ 380 കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എയർബസ് 380യുടെ പ്രൊഡക്ഷൻ ഇപ്പോൾ നടക്കുന്നില്ലല്ലോ. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലെയിനാണ് ഈ 777X എന്ന് പറയുന്നത്. ഇത് 2025 ആയിരിക്കും സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ് കൊടുക്കുന്നത്. വലിയ കസ്റ്റമേഴ്സ്, എമിറേറ്റ്സ്, സിംഗപ്പൂർ, അവരെല്ലാം ഇതിൻ്റെ കസ്റ്റമേഴ്സാണ്. ഇപ്പോൾ അത് ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ പുറത്തിട്ടിരിക്കുന്നത്. ഈ പിറകിൽ കാണുന്ന ഈ ബിൽഡിംഗ് ആണ് ബോയിങ്ങിൻ്റെ എവററ്റിലെ ഡെലിവറി സെൻറ്റർ. എയർ ഇന്ത്യ ഇവിടേക്ക് ഓർഡർ കൊടുക്കുന്നത് ശരിയാണ്? എയർ ഇന്ത്യയുടെ ഓർഡർ ഉണ്ട്? എയർ ഇന്ത്യയുടെ ഓർഡർ ഉണ്ട്. 787 എയർബസ് 787 ഉണ്ട്. അതുപോലെ 737 മാക്സിന് എയർ ഇന്ത്യയുടെ കുറേ ഓർഡർ കഴിഞ്ഞ വർഷം വന്നതില്ല. 777 ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എക്സാക്ട്ലി അറിയത്തില്ല. 777X ഉണ്ടോന്ന്. പക്ഷേ 777 പഴയ ഓർഡറുകൾ ഒത്തിരി ഇപ്പോഴും എയർ ഇന്ത്യ യൂസ് ചെയ്യുന്നുണ്ട്. എയർ ഇന്ത്യ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലാസ്റ്റ് ഒരു 60 പ്ലെയിൻ ഓർഡർ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ കൂടുതലായോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. 60 പ്ലെയിൻ ഓർഡർ ചെയ്ത ഒരു ഇൻഫർമേഷൻ ഞാൻ എയർ ഇന്ത്യയുടെ സൈറ്റിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയർ ഇന്ത്യ എയർ ഇന്ത്യ ഇപ്പോൾ മുഖം മാറുകയാണല്ലോ. നമ്മളിപ്പോൾ ടാറ്റ ഏറ്റെടുത്തിട്ട് അതിൻ്റെ മുഖം മാറ്റാനായിട്ട് എല്ലാം പുതിയ എയർബസിൽ നിന്നും കുറേ വാങ്ങുന്നുണ്ട്, ബോയിങ്ങിൽ നിന്നും ഒരുപാട് പുതിയ ടെക്നോളജിയുള്ള പ്ലെയിനുകൾ വാങ്ങുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ എയർബസിൻ്റെ ആദ്യത്തെ 350 വന്നു എന്ന് തോന്നുന്നു. ഇനി ബാക്കി ബോയിങ്ങിൻ്റെതും അവർ വല്ല ഹൈ സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ക്ലാസ്സൊക്കെയാണ് അവർ നോക്കുന്നത്. അതെ. ഈ സൈഡിൽ വെയിറ്റ് തൂക്കിയിട്ടിരിക്കുന്നുണ്ടോ? വിങ്ങില് അപ്രോക്സിമേറ്റ് വെയിറ്റ് 7,000 pounds. അതായത് ആ വെയിറ്റ് അവിടെ എഞ്ചിൻ വെക്കാനുള്ള സ്ഥലം അത് വരുള്ളൂ. അവിടെ ആ എഞ്ചിന്റെ വെയിറ്റ് അവിടെ ഇട്ടില്ലെങ്കിൽ ഇതിന്റെ ബാലൻസ് തെറ്റുമെന്ന് പറയുന്നത്.
അതെ ഇത് ഉണ്ടാക്കി കഴിയുമ്പോ ബാലൻസ് തെറ്റും. ഉണ്ടാക്കി കഴിഞ്ഞ് ഇവിടെ നിർത്തിയിരിക്കുന്നത് 2 എഞ്ചിന് കൊടുക്കുന്ന സ്ഥലത്ത് അതിന്റെ വെയിറ്റ് തൂക്കിയിടണം 2 സൈഡ്. 7,000 പൗണ്ട് ഉണ്ട്. അത് 7,000 പൗണ്ട്സ് ഉണ്ട് ഏകദേശം ഒരു 3.5 ടണ്ണ്. അതെ അതെ 3.5 ടണ്ണ് വെയിറ്റ് ഉണ്ട് ആ എഞ്ചിന്. അപ്പൊ അതേ വെയിറ്റ് തന്നെ ഇവിടെ തൂക്കിടണം, അല്ലെങ്കിൽ അതിങ്ങനെ മറിഞ്ഞ് പോവും. അതിന്റെ വിങ് 777 വിങ് നിക്കണല്ലോ നിങ്ങള് സൈഡില്. മടക്കി വെച്ചിരിക്കട്ടാ. അതെ, അത് ആ ബാക്കില് കാണുന്ന ടെയിൽ ഇവിടെ കണ്ടാ ചെറുതെന്ന് തോന്നുന്നു. അത് ഏകദേശം ഒരു 2-3 നില 3 നില മിനിമം ഉണ്ടല്ലേ ഹൈറ്റ്? 3 നില ഹൈറ്റ്. നമുക്ക് ഇനി പോകുമ്പോ കാണാൻ പറ്റുന്നുള്ളത് അവിടെ വെച്ചിട്ടുള്ളത്. അത് അവരൊരു ടെയിൽ 747 ടെയിൽ വെച്ചിട്ടുണ്ട്. നമുക്കത് അവിടെ ഇനി നമ്മൾ എങ്ങോട്ടാ പോവാ രാജേട്ടാ? നമുക്ക് 777 ഒരു ഫറ്റീഗ് ടെസ്റ്റ് ആർട്ടിക്കിൾ ഇവിടെ ഉണ്ട്. ഫറ്റീഗ് ടെസ്റ്റ്, അതായത് ഫറ്റീഗ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്ലെയിനിൽ വരുന്ന ക്ഷതങ്ങളില് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു 20-30 വർഷത്തിന്റെ ഉള്ളിൽ വരുന്ന ഡിഫറെന്റ് ഫ്ലൈറ്റ് സൈക്കിൾസ് ഇല്ലേ, അതായത് ടേക്ക് ഓഫ്, ലാൻഡിങ്, ഓൺ എയർ, അതെല്ലാം നമ്മളൊരു ടെസ്റ്റ് ബെഡിലിട്ടിട്ട് ടിപ്പിക്കലി 2-3 വർഷത്തോളം എടുക്കും. ആ ടെസ്റ്റ് നടത്തിയിട്ട് അതിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട്സ് നോക്കി നമ്മൾ അനാലിസിസ് വഴി എന്താണ് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് കൺഫേം ചെയ്ത ശേഷമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടുതൽ ബീഫപ്പ് ചെയ്യണം അല്ലെങ്കിൽ കുറയ്ക്കണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. 100% അത് എല്ലാ ചെറിയ പാർട്സിൽ വരെ ഈ ടെസ്റ്റിംഗ് നടത്തും. അതിനു വേണ്ടി ഒരു എയർ ഫ്രെയിം തന്നെ നമ്മൾ ടിപ്പിക്കലി യൂസ് ചെയ്യും. ഒരു കംപ്ലീറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എയർ ഫ്രെയിം തന്നെ യൂസ് ചെയ്യും. അത് എഞ്ചിനും ഇതൊന്നും കാണത്തില്ല, പക്ഷെ അത് ഹാങ് ചെയ്തിട്ട് അതിൻ്റെ വിങ്ങിന് ഡിഫറെൻറ്റ് ഫ്ലൈറ്റ് സിമുലേഷൻസ് കൊടുത്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോടികൾ വരുന്ന ചിലപ്പോൾ 1-2 പ്ലെയിൻ ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കും. 787 നമ്മൾ 6 പ്ലെയിനുകൾ ഇങ്ങനെ ടെസ്റ്റ് നടത്തിയായിരുന്നു. പല ഡിഫറെൻറ്റ് ഇതിനു വേണ്ടി 6 മാത്രം ടെസ്റ്റിന് മാത്രം ഉണ്ടാക്കിയായിരുന്നു. ഏതൊരു പുതിയ പ്രോഗ്രാം വരുമ്പോഴും എല്ലാ എയർപ്ലെയിൻ കമ്പനികളാണെങ്കിലും ബോയിങ് ആണെങ്കിലും എയർബസ് ആണെങ്കിലും അവർക്കിങ്ങനെ ആദ്യം കുറേ എയർക്രാഫ്റ്റുകൾ ഉണ്ടാക്കി അത് ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രം, അത് പ്രൂവ് ചെയ്ത ശേഷം മാത്രമേ സർട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ. അപ്പോൾ നമുക്ക് ഇവിടെ മാപ്പിൽ നോക്കി കാണാം നമ്മളിപ്പോൾ എവിടെ നിൽക്കണമെന്നുള്ള കാര്യം. ഇതാണ് നമ്മൾ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ഫാക്ടറി. അത് കണ്ട ഇത് ഏകദേശം 1 കിലോമീറ്റർ അല്ലേ, 1 കിലോമീറ്റർ വീതിയും 1.5 കിലോമീറ്റർ വീതിയും 1 കിലോമീറ്ററോളം ഇതുണ്ട്. 13 മില്യൺ എയർ സ്പേസ് എന്താണ് അതിന്റെ ഹോൾ വോളിയം അല്ലേ? ഇതൊക്കെ ഫ്ലൈറ്റ് ഇവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കട്ടാ. ചെറിയ കേസുകളാണ് ഫ്ലൈറ്റുകളൊക്കെ ഇങ്ങനെ പണി കഴിഞ്ഞിട്ട് നമ്മുടെ സ്കൂട്ടർ വർക്ക്ഷോപ്പിൽ സ്കൂട്ടറും കാറൊക്കെ ഇടുന്ന പോലെയാണ് ഫ്ലൈറ്റ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പച്ച കളർ കാണുന്നത് പുതിയ ഫ്ലൈറ്റ് അല്ലേ? അതൊക്കെയാണ്. അത് 777 ആണ് കാണുന്നത്. ഇതിന് പച്ച കളറാവാൻ കാരണം അത് മെറ്റൽ അല്ല, അതുകൊണ്ടാണ്. അത് 777 ഫ്യൂസലേജ് മെറ്റലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് പച്ച കളർ. ടിപ്പിക്കലി അത് അലുമിനിയം പ്രൈമർ പോലെ തുരുമ്പെടുക്കാതിരിക്കാൻ വെക്കുന്നതാണ്. അതെ, അത് പിന്നെ പെയിന്റ് അടിക്കുന്നതിന് മുമ്പേ അത് വാഷ് ചെയ്ത് കളയും. അതിന്റെ പച്ച കളറെ പെയിന്റ് അടിക്കുന്നത്. പെയിന്റ് തന്നെ ഏകദേശം ഒരു 300-400 കിലോ പെയിന്റ് വരും ഒരെണ്ണം അടിക്കാനായിട്ട്. 777 ഒരു ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലെയിനാണ്, ഫങ്ഷണൽ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റിയ അവിടെ എൻജിൻ്റെ സ്ഥലത്തൊരു വെയിറ്റ് തൂക്കിയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ വേറൊരു വലിയ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിങ്സ് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഫോൾഡിങ് വിങ് ടിപ്പാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നുണ്ടെങ്കിൽ ലോങ്ങസ്റ്റ് വിങ് ആണ് 777X എന്നുള്ളത്. പക്ഷേ നമ്മൾ എക്സിസ്റ്റിംഗ് എയർപോർട്ടുകൾക്കൊന്നും അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ വിങ് ഹോൾ അതിൻ്റെ ലെങ്ത് വരുന്നത് അത് റൺവേയിൽ എത്തുന്ന സമയത്ത് മാത്രമേ പൈലറ്റ് അത് ഇട്ടിട്ട് ചെയ്യുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് അത് എയർപോർട്ടിലിരിക്കുന്ന സമയത്ത് ഒറിജിനൽ 777 അതേ സൈസ് തന്നെയായിരിക്കും. അതുകൊണ്ട് അവർക്കൊരു എക്സ്ട്രാ എയർപോർട്ടുകളോ ഗേറ്റുകളൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. 93 ഏക്കർ സ്ഥലം ബോയിങ്ങിന് തന്നെ മാത്രമേ ഉണ്ട് ഈ ഒരു എവററ്റ് എന്ന് പറയുന്ന സ്ഥലത്ത്. ഈ 93 ഏക്കർ എന്ന് പറയുന്നത് ഇതൊരു ടൗൺഷിപ്പ് പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്? എല്ലാ ഫെസിലിറ്റീസും, മെഡിക്കൽ ഫെസിലിറ്റി, ഫയർ സ്റ്റേഷൻ എല്ലാം ഇവിടെ തന്നെയുണ്ട്. പിന്നെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഒരു ഡേ കെയർ ഉണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളും ആ മെയിൻ ഫാക്ടറിയിൽ നമ്മളിപ്പോൾ ടൂറിന് പോകുമ്പം അതിൻ്റെ ഉള്ളിൽ ഒരു 14-15 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. അത് ശരി. അപ്പൊ ഇവിടെ നിന്ന് പുറത്ത് പോകേണ്ട കാര്യമില്ല. നമുക്ക് കുട്ടികളെ ഡേ കെയറിലാക്കിയിട്ട് ജോലിക്ക് പോവാം. എന്തായാലും ഒരുപാട് പേരെ സംശയമായിരുന്നു ഈ എയറോനോട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മുടെ
ജിമ്മിച്ചിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ സിമുലേറ്ററിൻ്റെ എപ്പിസോഡൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് സംശയം ചോദിച്ചു. അപ്പോൾ അതിന് ക്ലിയർ ആയിട്ടുള്ള ഒന്നുകൂടി മറുപടി എനിക്ക് തോന്നുന്നത് രാജേട്ടന് പറയാൻ പറ്റും. അപ്പോൾ രാജേട്ടൻ്റെ ഒരു മെയിൽ ഐഡി നമുക്ക് താഴെ കൊടുക്കാം അല്ലേ? പുതിയ വളർന്ന കുട്ടികൾക്കായിട്ട് അവർക്കൊക്കെ ഏവിയേഷനിലോ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിലോ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിലോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ഐ വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ് ദം. അപ്പോൾ ഒരു ബോയിങ് എഞ്ചിനീയർ ആവാനായിട്ടുള്ള ഒരു ബേസിക് സ്കിൽ സെറ്റ്സ് എന്തായിരിക്കും രാജേട്ടാ? നമ്മൾ ഒരു ബേസിക് മിനിമം എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കണം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ എയറോസ്പേസിലോ അതിലെന്തെങ്കിലും ഉണ്ടായിരിക്കണം. പിന്നെ ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഇപ്പോൾ അറിയാമല്ലോ ഗ്രീൻ കാർഡിൻ്റെയും ഇതിൻ്റെയൊക്കെ വളരെ അത്യാവശ്യമുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയിരിക്കും ബോയിങ്ങിൽ. യു ഹാവ് ടു ബി ഒരു ഗ്രീൻ കാർഡ് ഹോൾഡർ ആയിരിക്കണം എന്നുള്ളത്. അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാകും. അതായത് വർക്ക് വിസയിൽ വരുന്നവർക്ക് ഇപ്പോഴും അവർ എടുക്കുന്നില്ല. അവർ ഇവിടെ സിറ്റിസൺസും ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിനെയാണ് മെയിനായിട്ട് എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ നേരെ മുമ്പിൽ ബോയിങ്ങിൻ്റെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫാക്ടറി നമ്മൾ കാണണട്ടാ. വലിപ്പുള്ള ബിൽഡിങ്ങിനോടൊപ്പം തന്നെ ഈ ഫാക്ടറി ലോകത്തിലെ ഏറ്റവും വലുത് തന്നെയല്ലേ? വോളിയം ബൈ വോളിയം. കാരണം അതിന്റെ ഹൈറ്റും വിഡ്ത്തും ഏരിയയും കൂടെ നോക്കുമ്പോൾ ഏറ്റവും വലുതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 747 എൻട്രി ഉണ്ട്. നമ്മളിങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ട് കാണിക്കാൻ നമുക്ക് ലോകത്തേക്ക് കയറാൻ പറ്റില്ല. ഇത് ലോകത്തെ ഏറ്റവും വലിയ ഹോർഡിംഗ്, ഡിജിറ്റൽ ഹോർഡിംഗ്. നിങ്ങൾ പരസ്യം ഇല്ലേ? ബോയിങ്ങിന്റെ എല്ലാ വൈഡ് ബോഡി എയർക്രാഫ്റ്റിന്റെയും ബർത്ത് പ്ലേസ് ആണ് ഈ എവററ്റ് ഫാക്ടറി. 1967 ബോയിങ്ങിന്റെ 747 എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. 1967 അത് കഴിഞ്ഞ് 767 എന്ന് പറയുന്ന ഒരെണ്ണം വന്നു. 767 ഇപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ പാസഞ്ചർ വേർഷൻ അല്ല, 2 വേർഷൻസ് ആണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഫ്രൈറ്റർ വേർഷനും മറ്റേത് എയർഫോഴ്സിന് വേണ്ടിയിട്ട് ഒരു KC ടാങ്കർ എന്ന് പറയുന്ന ഒരു വേർഷനാണ് ഉണ്ടാക്കുന്നത്. 787 ഒരു കാര്യം കൂടെ കേട്ടിട്ടുണ്ട്. കാരണം പല എയർപോർട്ടുകളിലും ഇറക്കാൻ പറ്റും 787 എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മുമ്പത്തെ ഫ്ലൈറ്റുകൾ ഇറക്കാൻ പറ്റാത്ത പലതും 787, കാരണം അതിന്റെ എന്താ റൺവേ സ്ലോ എന്താ പറയുന്നത് ഷോർട്ടർ റൺവേസിൽ ഇറക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. റീസെന്റ് 787-9 എയർക്രാഫ്റ്റ് അന്റാർട്ടിക്കയിൽ ലാൻഡ് ചെയ്തിരുന്നു. അതിന്റെ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ട്വിൻസ് ബിൽഡിങ്സ് എന്ന് ഞങ്ങൾ പറയുന്ന ട്വിൻ ടവേഴ്സ് എന്ന് പറയുന്ന ബോയിങ് എവററ്റ് ഓഫീസ് ബിൽഡിംഗ്, മെയിൻ ഓഫീസ്. ഇവിടെയാണ് എഞ്ചിനീയേഴ്സ് എല്ലാം മോസ്റ്റ്ലി ഇരിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു ബിൽഡിംഗ് ബോയിങ്ങിന്റെ വിമാനക്കാല ബിൽഡിംഗ് ആണ് ഒരു 100 നില അല്ലെങ്കിൽ 50 നിലയൊക്കെ എക്സ്പെക്ട് ചെയ്യണം. പക്ഷെ ഇവിടെ 4 നില 5 നില 6 നില മാക്സിമം അല്ലേ? ഇവിടെ കുറെ സ്ഥലത്തായിട്ടാണല്ലോ സിയാറ്റിൽ ബോയിങ്ങിന്റെ ബിൽഡിങ്സ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. ഇവിടെയുണ്ട്, പിന്നെ സൗത്തിലുണ്ട്, എവററ്റിലുണ്ട്, പിന്നെ കുറച്ച് മാറി പെയിൻഫീൽഡ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഈ സോഫ്റ്റ്വെയർസും അഡ്മിനിസ്ട്രേഷനും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അതെല്ലാം മാറി മാറിയാണ് കിടക്കുന്നത്. ഇവിടെ മാത്രമല്ല, എവരിവെയർ എല്ലായിടത്തും ഉണ്ട്. ലോകത്ത് മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടോ ബോയിങ്ങിന്റെ ഓഫീസ്? എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ ഒത്തിരിയേറെ ഉണ്ട്. ബാംഗ്ലൂരിൽ ഒരു വലിയ സെന്റർ ഉണ്ട്. റീസെന്റ് മോദി ഇനാഗുറേറ്റ് ചെയ്ത ഒരു ബിഗ് സെന്റർ ബാംഗ്ലൂർ എയർപോർട്ടിന്റെ അടുത്ത്. അവിടെ ഒത്തിരി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വർക്ക്സും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വർക്ക്സും നടക്കുന്നുണ്ട്. നാട്ടില് ഓഫീസുകളിൽ ജോയിൻ ചെയ്താലും പിന്നെ അവർക്ക് ഒരു ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റി അവർക്ക് ഇങ്ങോട്ട് വരാനും ഒക്കെ ഫ്യൂച്ചറിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതേതാ ബിൽഡിംഗ്? ഇത് കുറച്ച് മാറിയിട്ടാണല്ലോ. ഇത് ബോയിങ്ങിന്റെ എയർപ്ലെയിൻ ഇന്റഗ്രേഷൻ AIC എന്ന് നമ്മൾ പറയും. ഈ ബിൽഡിങ്ങിലാണ് കുറേയേറെ നമ്മളെ ഇന്റീരിയേഴ്സിന്റെ എല്ലാം കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന. അവർ കസ്റ്റമേഴ്സ് വന്ന് എങ്ങനെ വേണം സീറ്റിംഗ് കോൺഫിഗറേഷൻ, എല്ലാം ഡീറ്റെയിൽസ് ഇതിന്റെ ഉള്ളിലുണ്ട്. നമുക്ക് അൺഫോർച്യുനേറ്റ്ലി ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. പക്ഷേ കസ്റ്റമേഴ്സ് എല്ലാം വരുന്ന സമയത്ത് അവരെ കൊണ്ടുവന്ന് നമ്മൾ ചെയ്യുന്ന സ്ഥലമാണ്. അല്ലെങ്കിൽ അയാളുടെ ഇതിലുള്ള ആരെങ്കിലും ഒക്കെ വന്ന് കാണും. ഡെഫിനറ്റ്ലി ഒഫീഷ്യൽസ് വന്ന് കാണും. ഈ ഏരിയയിൽ ഈ ബോയിങ്ങിന്റെ സീവേ ബുളവാർഡ് എന്ന് പറയുന്നതാണ് ഈ സ്ഥലം. ഇവിടെ ഒത്തിരി ബോയിങ്ങിന്റെ സപ്ലയേഴ്സിന്റെ കമ്പനികളുണ്ട്. സാഫ്രോൺ, അതുപോലെ എഞ്ചിൻ കമ്പനി GE, അവരുടെ എല്ലാ ഓഫീസുകളും ഈ ഏരിയയിലുണ്ട്. അവരെല്ലാം ബേസ്ഡ് വേറെ എവിടെയെങ്കിലും സിറ്റീസിലായിരിക്കും. പക്ഷെ ഈ ഒരു സീവേ ബുളവാർഡ് ഏരിയയിൽ ബോയിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സപ്ലയേഴ്സ് ഉണ്ട്. സപ്ലൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പല പാർട്സും സംഭവങ്ങളും സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ ഓക്കെ. അപ്പോ ഇത് ക്രിയേഷൻ ടെക്നോളജീസ്. അപ്പൊ ഇവരുടെ എല്ലാം കൂട്ടിച്ചേരലാണ് ബോയിങ് എന്ന് പറഞ്ഞ പ്ലെയിൻ അല്ലെ? ഒരുപാട് കമ്പനികളുടെ പ്രവർത്തനം ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ അവരുടെ എല്ലാ ഓഫീസ് ഇവിടെ ഉണ്ട്.
ഈ വൈഡ് ബോഡി എയർക്രാഫ്റ്റിനുള്ള വയറിങ്ങുകളെല്ലാം ചെയ്യുന്നത് ഈ ബിൽഡിങ്ങിലാണ്. കോടാനുകോടി വയറിങ്ങിന്റെ ആവശ്യമില്ല. ഇഷ്ടം പോലെ ഒത്തിരി മൈൽസ് വയറിങ് ഒരു പ്ലെയിനിൻ്റെ ഉള്ളിൽ പോകും. അതൊക്കെ ചെയ്യുന്നത് ഈ ബിൽഡിങ്ങിലാണ്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നതാണ് 777-ൻ്റെ ഫാറ്റിഗ് ടെസ്റ്റ് എയർപ്ലെയിൻ ആർട്ടിക്കിൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇതാണ് കുറേ സൈക്കിൾസിൽ കൂടെ ഈ ഒരു പ്ലെയിനാണ് പോയി. ഇതിനെയാണ് നമ്മൾ ഫാറ്റിഗ് ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓ, ഇങ്ങനത്തെ കുറേ പ്ലെയിനുകൾ പ്രയത്നിച്ചിട്ടാണ് പിന്നെ ഒരു ഫൈനൽ പ്ലെയിൻ ഉണ്ടാവുന്നത് അല്ലേ? യെസ്, ഇത് ഫാറ്റിഗ് ടെസ്റ്റ് ആർട്ടിക്കിളാണ് 777-ൻ്റെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്ലൈറ്റ് സൈക്കിളിൽ, അതായത് ഒരു കുറേ വർഷങ്ങളിൽ ഉണ്ടാവാൻ പോകുന്ന ഡിഫറെൻറ്റ് സീക്വൻസസ് അല്ലേ, അതൊരു സിമുലേറ്റ് ചെയ്യുന്നത്. ഈ ഫ്ലൈറ്റ് ആക്ച്വലി ഒരു ബെഡിൽ അവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്, അതായത് റിയൽ എയറിൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിൽ. എന്നിട്ട് ആ വിങ്സിനെ കണ്ടോ, വിങ്സിനെല്ലാം പല ഇത് വെച്ച് കൺട്രോൾ ചെയ്തിട്ട് അവിടെ ഒരു ഓഫീസുണ്ട്. ഓഫീസിൽ വെച്ചിട്ടാണ് ഓരോരോ ഡിഫറെൻറ്റ് വിങ് മൂവ്മെൻറ്റ്സ് ഇതിനെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ അതിൽ പ്രഷറൈസ് ചെയ്യും. എന്നിട്ട് അവർ ഡിഫറെൻറ്റ് സൈക്കിൾസിൽ വരുന്ന ഓരോരോ കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ട് അത് നമ്മൾ ആദ്യം ഒരു അനാലിസിസ് നടത്തി നോക്കും എങ്ങനെയാണ് വരാൻ പോകുന്നത്. അതും ഒരു റിയൽ ടെസ്റ്റും കൂടി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്സ് എല്ലാം അനലൈസ് ചെയ്ത ശേഷമാണ് ഈ ഫ്ലൈറ്റിൻ്റെ ഫറ്റീഗ് പെർഫോമൻസ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോൾ ഈ ചിറകിലെ ഓരോ മൈന്യൂട്ട് സംഭവങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യും അതുവഴി. അപ്പോൾ അതെല്ലാം അനക്കി അതില് ഓരോരോ പാർട്ടുകൾക്ക് വരുന്ന മോഡിഫിക്കേഷൻസ്, അതായത് വിങ്, എംപണേജ്, ഫ്യൂസ്ലേജ്, അതിനൊക്കെ വരുന്ന ഓരോരോ കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യും. ടിപ്പിക്കലി ഇതൊരു 1-2 വർഷമൊക്കെ എടുക്കും 787-ൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആകാശത്ത് ഇപ്പോൾ നമ്മൾ പക്ഷികൾ വന്നടിക്കുന്നു, മറ്റ് ക്ഷതങ്ങൾ വരുന്നു, ഇപ്പോൾ ടർബുലൻസ് വരുമ്പോഴത്തേക്കും ചെറിയ അതിൻ്റെ എല്ലാം ഇതിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതെല്ലാം ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം വരണമെങ്കിൽ അത് പിന്നെ അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കും അവർ. അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തും പിന്നീട് വരുന്ന പ്രൊഡക്ഷൻ ലൈനുകളിൽ. സപ്പോസ് അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇത് എന്തുമാത്രം ഇതിന് താങ്ങാനുള്ള ശേഷിയുണ്ട്. കാരണം നമ്മൾ ഒരു ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങളോരോ അതിന് ഓരോ ഭാഗത്തും ഓരോ കേടുപാടുകൾ സംഭവിക്കാം. പക്ഷേ എത്രമാത്രം എല്ലാ ഭാഗങ്ങളിലും അതിൽ മാക്സിമം പ്രഷർ കൊടുത്തും അതിൻ്റെ ക്ഷതങ്ങൾ ഏൽപ്പിച്ചും അതെന്തുമാത്രം അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ അതിന് കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതിനെ വീണ്ടും പരിഹരിച്ച് അതിൻ്റെ കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള വേർഷൻ ഉണ്ടാക്കും. ഇത് നിങ്ങൾ കാണുന്നത് 777X ആണ്. ലോകത്ത് വേറെ ആരും കണ്ടിട്ടില്ല ഈ പ്ലെയിൻ അല്ലേ? ഇത് ഇറക്കിയിട്ടില്ല. 2025-ലാണ് ഇത് ഇനി ഇറങ്ങാൻ പോണത്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റിങ്ങും മറ്റുമൊക്കെ നടക്കുകയാണ്. അതാണ് നിങ്ങൾ കാണുന്നത്. ഇത് ലോകത്ത് മറ്റാരും കണ്ടിട്ടില്ല ഈ പ്ലെയിൻ 777X. ഇത് വളരെ റെയർ ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം നമ്മൾ ആലോചിച്ച് നോക്കണം, ഇത് ടെസ്റ്റ് ചെയ്ത് എന്തുമാത്രം പ്ലെയിനുകൾ നശിപ്പിച്ച് നോക്കിയിട്ടാണ് നമ്മൾ കുറെ കൂടെ സ്ട്രോങ്ങർ ആയിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു വേർഷൻ ഉണ്ടാക്കുന്നത് ആലോചിക്കണം. അതെ, മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ഒരു പ്ലെയിനിന്റെ വില എന്ന് പറഞ്ഞാൽ. ഇതിപ്പോ എഞ്ചിനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ ബോഡി തന്നെ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ്. അപ്പൊ അത്രയും നമ്മൾ ചെലവാക്കി പിന്നെ ഇത്രയും ഓരോ പാർട്സ്. ഇപ്പൊ ആ വിങ്ങിൽ എത്ര പാർട്ടുണ്ടെന്നതിൽ കണ്ടാൽ മനസ്സിലാവും. ഓരോന്നായിട്ട് തൂക്കിയിട്ടേക്കാണ്. പിന്നെ ഇത് ആകാശത്ത് പോകുമ്പോ വിങ്ങി പൊങ്ങയും താഴെയും ചെയ്യും. അപ്പൊ അത് ഇവര് ഇവിടെ സിമുലേറ്റ് ചെയ്യും. അതെ, സെയിം അതിൽ ചെയ്യുന്ന എല്ലാം സിമുലേറ്റ് ചെയ്യും. പിന്നെ ഇതിന്റെ പുറത്ത് ഈ പക്ഷികൾ വന്നിരിക്കാം, മറ്റു സാധനങ്ങൾ തട്ടായെടുക്കാം. അപ്പൊ അതെല്ലാം അവർ സിമുലേറ്റ് ചെയ്യും. സിമുലേറ്റ് ചെയ്തിട്ട് ഇത് എന്തുമാത്രം സ്ട്രെങ്ത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുമെന്ന് നോക്കിയിട്ട് അകത്ത് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, ഫുൾ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അതിന്റെ അകത്ത് കമ്പ്യൂട്ടേഴ്സ് അതിനെ അനലൈസ് ചെയ്യും. ഈ ഡേറ്റ എല്ലാം അനലൈസ് ചെയ്തിട്ട് അതിന്റെ ഒരു റിപ്പോർട്ട് ഫൈനലായിട്ട് ഇറങ്ങും. അപ്പൊ അത് സക്സസ് ആണെങ്കിൽ മാത്രമേ ഇതിപ്പോ 2025 പുറത്തിറങ്ങാൻ നിൽക്കുകയാണ്. ഈ ഫ്ലൈറ്റിനെ പറ്റിയിട്ട് അധികം ആൾക്കാർക്ക് വലിയ പിടുത്തമില്ല. ഇല്ല, പുതിയതായിട്ട് ഇന്ന് വരെ ഒരു ദുബായ് എയർ ഷോയിൽ കാണിച്ചു, പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടില്ല. പിന്നെ ഈ കാണുന്നത് റെയിൽവേസ്. അതായത് ഇവിടെ നമ്മൾ പ്ലെയിനുകൾ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, മറ്റ് പല സ്ഥലങ്ങളിലോട്ട് എത്തിക്കണം. അതേപോലെ പാർട്സ് പലയിടത്തുനിന്നും വരുന്നത് ഇങ്ങോട്ടും കൊണ്ട് എത്തിക്കണം. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടി ഒരു റെയിൽവേ ലൈൻ ഉണ്ട്. അവര് പറയുന്നത് ലോകത്തെ സെക്കൻഡ് സ്റ്റീപ്പസ്റ്റ് റെയിൽവേ ലൈൻ. കാരണം ഇത് കുന്നിന്റെ പുറത്തായോണ്ട് താഴെ പോർട്ട് വരെ എത്തിക്കണമല്ലോ. ആ പോർട്ട് വരെ എത്തിക്കാൻ വേണ്ടി റെയിൽവേ ലൈനിൽ ഇതാണ്ട് പ്ലെയിനിന്റെ പാർട്സ്. അതെ, ഇത് പിന്നെ കപ്പൽ. അപ്പൊ പോർട്ട് അടുത്ത് വേണം, റെയിൽവേ അടുത്ത് വേണം, ഇത് നമ്മളെ ഫ്ലൈറ്റ് എയർപോർട്ട് അടുത്ത് വേണം. അതിനാണ് ഈ സ്ഥലം അവര്
ചൂസ് ചെയ്തത്. എവററ്റ് എന്ന് പറയുമ്പോൾ ഇത് 3 അടുത്തുള്ളത് കൊണ്ട് നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റും. ഇത് 737 അല്ലേ? ഇത് 737 വിജിറ്റേന്ന് വന്നിരിക്കുന്ന 737 മാക്സിന്റെ ഫ്യൂസലേജ് ആണ്. ഇവിടെ ഒരു 737 ലൈൻ കൂടി എവററ്റിൽ വരാൻ വേണ്ടി പോകുന്നുണ്ട്, അതിനുവേണ്ടി വന്നിരിക്കുന്നതാണ്. ഇത് വിജിറ്റ എന്ന് പറയുന്ന അവിടുന്ന് റെയിലിൽ കൊണ്ടുവന്നിരുന്നതാണ്. വിജിറ്റ കാൻസസ് സിറ്റി. കാൻസസ് സിറ്റി പറഞ്ഞല്ലേ? നല്ല ദൂരത്തുനിന്ന് പറഞ്ഞപ്പോ അതേപോലെ എഞ്ചിനും ഇതേപോലെ വരില്ലേ? എഞ്ചിൻസ് ഒക്കെ മോസ്റ്റ്ലി എയർപ്ലെയിനിലായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതേപോലെ ആന്റണോ പോലത്തെ കാരിയേഴ്സ്. ഇതാണ് ബോയിങ് എവററ്റ് ക്യാമ്പസ് എന്ന് പറയുന്നത്. ഈ എയർപോർട്ടാണ് ഈ കാണുന്നത്, പെയിൻഫീൽഡ് എയർപോർട്ട്. ഇത് ബോയിങ്ങും അതുപോലെ പെയിൻഫീൽഡ്സ് ഹോമിഷ് കൗണ്ടിങ് കൂടി ഓൺ ചെയ്യുന്നതാണ്. ഇവിടുന്ന് ഇപ്പൊ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് ഉണ്ട് അലാസ്ക എയർലൈന് പല സ്ഥലങ്ങളിലേക്കും. അല്ലെങ്കിൽ ഇത് ബോയിങ് ടെസ്റ്റിങ്ങിന് മാത്രം യൂസ് ചെയ്യുന്ന എയർപോർട്ടാണ്. ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന ബോയിങ് എവററ്റ് ഫാക്ടറി. ഈ ഒരു ബിൽഡിംഗ് ആണ് ബിഗസ്റ്റ് വോളിയം. അതിന്റെ പിറകിലുള്ളതാണ് നമ്മൾ കണ്ട ഈ ഏരിയ ഒക്കെ നമ്മുടെ ഏരിയ. നമ്മുടെ ഏരിയ എന്നൊക്കെ പറയണം, എന്നാലും ബോയിങ്ങിന്റെ ഏരിയ ആണല്ലേ ഈ ഏരിയ അല്ലേ? നമ്മൾ കറങ്ങി അടിച്ചു വന്ന് നമ്മളിവിടെ പാർക്ക് ചെയ്തു. അപ്പൊ ഇനി നമ്മൾ എവിടെ കാണാൻ പോണ? ഫ്യൂച്ചർ ഓഫ് ഫ്ലൈറ്റ്സ് കാണാൻ പോകും. ഫ്യൂച്ചർ ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ എവിടെയാണ് ഇരിക്കുന്നത്, അത് കഴിഞ്ഞ് അവര് നമ്മളെ ബസിന്റെ ഉള്ളിൽ ഇതിന്റെ ടൂറിലേക്ക് കൊണ്ടുപോകും. ബോയിങ് ഞങ്ങൾ ഇതിന് പറയുന്ന ബോയിങ് 40, 22, 21, 23 എന്ന് പറയുന്ന ബിൽഡിങ്സ് ആണ്. ആദ്യം ഉണ്ടാക്കിയിരുന്നത് ഈ 40, 20, 23 ബിൽഡിങ്സ് ആയിരുന്നു. അത് 747 ഡെവലപ്മെന്റിന് വേണ്ടി 1967 അത് കഴിഞ്ഞാണ് മറ്റു ബിൽഡിങ്സ് അതിലേക്ക് ആഡ് ചെയ്തത്. 777-ഉം 767-ഉം 787-ഉം 2015 വരെ ഉണ്ടാക്കിയിരുന്നത് ഇവിടെയാണ്. ഇതിന്റെ ഉള്ളിൽ ചെറിയൊരു ഗ്രീനറി വെച്ചിട്ടുള്ള വാട്ടർ, ഇതൊരു പോണ്ട് ഒക്കെയാണ് അവിടെ. NGP എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ ബാക്കിലേക്ക് ഇട്ട പോലെ ഫ്ലൈറ്റ് പണി കഴിഞ്ഞിട്ട് നിൽക്കുന്നത് അല്ലേ? ഇതൊക്കെ പോവാനുള്ള ഡെലിവറിക്കുള്ള ഫ്ലൈറ്റ് അല്ലേ? ടെസ്റ്റിങ്ങിന് ഡെലിവറി ഇതിപ്പോ ഉള്ള ഫോട്ടോ കാണിക്കുന്നില്ല. ഇവിടെ ഇത് സൈഡിലേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ച നിങ്ങൾക്ക് ഇത്തിരി കൂടി മുകളിൽ നിന്ന് ഒരു ഡ്രോൺ ഷോട്ട് പോലെ കാണിച്ചു തരുന്ന കേട്ടോ. ഇതൊക്കെ ഫ്ലൈറ്റുകൾ ഇങ്ങനെ കുഞ്ഞു ഫ്ലൈറ്റുകളൊക്കെ വെറുതെ ഉണ്ടാ നോക്കിയാ, വെറുതെ ഇട്ടിരിക്കുന്ന പോലത്തെ കേസാട്ടാ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ 787 അല്ലേ കാണുന്നത്? ഇതൊക്കെ X ആണല്ലേ? 777Xന്റെ പണി കഴിഞ്ഞ് കിടക്കുന്ന ഫ്ലൈറ്റുകളാണ് കാണുന്നത്. പോലെ 1, 2, 3, 4, 5, 6, 7, 8, 9 ഒരു XXX എത്ര എക്സ്പീരിയൻസ് ഇറക്കണമെങ്കിൽ പണി? അത് പുറത്തിറങ്ങാൻ ഒത്തിരി സമയം എടുക്കും. അതിന്റെ കുറെ പാർട്സ് ഒക്കെ പുറത്തുനിന്ന് വരുന്നതാണ്. അറ്റ്ലീസ്റ്റ് കപ്പിൾ ഓഫ് മന്ത്സിന്റെ വർക്ക് കഴിഞ്ഞ ശേഷമാണ് ഇത് പുറത്തിറങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞും കുറെ ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയ ശേഷമാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. 777X എത്ര ഒരു 400 million ഒക്കെ. പിന്നെ ഇപ്പൊ സാൻഡോസ് ഡിസ്കൗണ്ട് തരുവാന്നുണ്ടെങ്കിൽ, അല്ല ഒരു 10 എണ്ണത്തിന്റെ ഓർഡർ ഒക്കെ തരുവാന്നുണ്ടെങ്കിൽ 40,000 കോടിയുടെ മുതലാണ് നമ്മളിവിടെ കിടക്കുന്നുണ്ടാ. 40,000 കോടിയുടെ മുതലാണ് ഈ കണ്ണ വരിട്ട. വെറും വരി ഇറങ്ങാം നമുക്ക്. അതെ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബോയിങ് ഫാക്ടറിയുടെ ഇവിടെ ടൂറിംഗ് ഏരിയയിലാണ്. Welcome to our onboard lounge in our business class 380. നമുക്ക് ഇതിലുള്ള സ്പായൊക്കെ ഉണ്ടെന്ന് പറയണ്ടേ ഇതിന് മേലെ? ബാറ് പരിപാടി, ഡാൻസ്, അങ്ങനത്തെ പരിപാടികളൊക്കെ മുകളിലാണ്. നമുക്ക് കയറാം. 100 പേരൊക്കെ ഒരു ഫ്ലൈറ്റിൽ ഇരിക്കാന്ന് പറഞ്ഞ് നിങ്ങൾ ആലോചിക്കാൻ.